മൂവാറ്റുപുഴയിൽ കുട്ടികളടക്കം 8 പേരെ കടിച്ച് പരിക്കേൽപ്പിച്ച തെരുവുനായയെ പിടികൂടി. കോട്ടയത്ത് നിന്ന് എത്തിയ സംഘമാണ് നായയെ പിടികൂടിയത്. പിടികൂടിയ നായ തെരുവുനായ അല്ലെന്ന് നഗരസഭയുടെ വിശദീകരണം. ആദിത്യൻ ഓമനക്കുട്ടൻ ചേരുന്നുണ്ട്. ആദിത്യൻ, 8 പേർക്കാണ് കടിയേൽക്കുന്നത്. എന്താണ് നഗരസഭ വിശദീകരിക്കുന്നത്? പ്രജീഷ്, ഇന്ന് മൂവാറ്റുപുഴ നഗരത്തെ ആകെ വിറപ്പിച്ച ഒരു നായയാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് എത്തിയ പ്രത്യേക സംഘം പിടികൂടിയിരിക്കുന്നത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അതിസാഹസികമായി ഈ നായയെ പിടിയിലാക്കിയത്. ഇന്ന് 9ഓളം പേരെയാണ് ഈ നായ ആക്രമിച്ചത്. പുലർച്ചെ ജോലിക്കിറങ്ങിയവരെയും അമ്പലത്തിൽ നിന്ന് മടങ്ങിയവരെയും മദ്രസയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞെത്തിയ കുട്ടികളെയും ഉൾപ്പെടെ 9ഓളം പേരെ ഈ നായ ആക്രമിച്ചിരുന്നു. അവരെ മൂവാറ്റുപുഴ ആശുപത്രിയിൽ ചികിത്സയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അത് ഓടിയ വഴിയിലെല്ലാം പലരെയും ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇനിയും ആരെങ്കിലും കൂടുതൽ പേരെ കടിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പായിട്ടില്ല. അങ്ങനെ ഒരു നായയാണ് ഇപ്പോൾ നഗരസഭയുടെ നിർദ്ദേശത്തെ തുടർന്ന് കോട്ടയത്ത് നിന്നെത്തിയ സംഘം പിടികൂടിയിരിക്കുന്നത്. അതിസാഹസികമായി നായ പിടികൂടി. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഈ നായ തെരുവ് നായയല്ല, ഇത് വീട്ടിൽ വളർത്തുന്ന നായയാണെന്ന് നഗരസഭയുടെ ഒരു വിശദീകരണം വരുന്നത്. ഇത് വീട്ടിൽ വളർത്തുന്ന നായയാണ്. ഇത് ചങ്ങല പൊട്ടിച്ച് ഓടിയ വഴിക്കാണ് മറ്റുള്ളവരെ ആക്രമിച്ചതെന്നാണ് നഗരസഭയുടെ വിശദീകരണം. ഇത് ഉടമയുമായി സംസാരിച്ചു. അപ്പോൾ ഉടമ ഇത് തൻ്റെ നായയാണെന്നും ചങ്ങല പൊട്ടിച്ച് പോയതാണെന്നും ഉടമ സ്ഥിരീകരിച്ചതായും നഗരസഭ അധികൃതർ പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും പേരെ ഈ നായ ആക്രമിച്ച സാഹചര്യത്തിൽ ഇതിൻ്റെ ഉടമയ്ക്കെതിരെ കേസും നിയമ നടപടികളും സ്വീകരിക്കുന്നതിനെ പറ്റിയും നഗരസഭ ആലോചിക്കുന്നുണ്ട്. പ്രജീഷ്. ശരി, ആദിത്യൻ ഓമനക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്.